സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വേദ ജ്യോതിഷം അനുസരിച്ച് ഒരു രാശിയിൽ ഏതാണ്ട് 45 ദിവസമാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത്. ജൂലൈ 22-നാണ് ചൊവ്വ ഇടവൻ രാശിയിലെത്തിയത്. ഓഗസ്റ്റ് 26 വരെ ചൊവ്വ ഇടവത്തിൽ തുടരുകയും ചെയ്യും. ശുക്രന്റെ ആധിപത്യമുള്ള രാശിയാണ് ഇടവം. ശുക്രനും ചൊവ്വയും തമ്മിൽ മിത്രഭാവത്തിലായതിനാൽ ഈ രാശിമാറ്റം ചില രാശികൾക്ക് ശുഭകരവും ഭാഗ്യദായകവുമാണ്. ഇവർക്ക് ഓഗസ്റ്റ് 26 വരെ സാമ്പത്തിക സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കും. അപ്പോൾ ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അവർക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നതിയാണ് ഉണ്ടാകാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. ആദ്യം മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരെയാണ് മേടൻ രാശിയിൽ വരുന്നത്. ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ചൊവ്വയുടെ രാശിമാറ്റം വളരെയധികം നേട്ടങ്ങൾ നൽകുകയും ആ നേട്ടങ്ങൾ നൽകാൻ കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ചൊവ്വ ഈ രാശിയുടെ അധിപനാണ്. കൂടാതെ ഈ രാശിയുടെ ധനം, ഭാഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ചൊവ്വ ഉള്ളത്. ഇക്കാരണത്താൽ തന്നെ വരും ദിവസങ്ങളിൽ ഇടവൻ രാശിയിൽ ജനിച്ചവർക്ക് അപ്രതീക്ഷിതമായ ധനലാഭവും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. മറ്റുള്ളവരെ ഇഷ്ടം വളർത്താനും അവരുടെ പ്രശംസ പിടിച്ചുപറ്റാനും ഈ രാശിക്കാർക്ക് സാധിക്കും. ഏറെക്കാലമായി തടഞ്ഞു വയ്ക്കപ്പെട്ട പണം തിരികെ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മേലുദ്യോഗസ്ഥരുമായുള്ള അവരുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് പാത്രമാകുക മാത്രമല്ല ജോലി സ്ഥലത്ത് ആശയവിനിമയം മികച്ചതാകുകയും അതിലൂടെ സഹപ്രവർത്തകരുടെയും ഉന്നതാധികാരികളുടെയും ഇഷ്ടം നേടുകയും ഒക്കെ ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് ഇനിയുള്ളത്. അടുത്തത് ധനുവാണ്. ധനുരാശിയിൽ ഏതൊക്കെ നക്ഷത്രങ്ങളാണ്? മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെയുള്ള ഈ ധനുരാശിയിൽ ജനിച്ച ആളുകൾക്കും ഇടവൻ രാശിയിലെ ശുഭഫലങ്ങൾ നൽകും. അതുപോലെ തന്നെ കാരണം ഈ രാശിയുടെ 5-ാം ഭാവത്തിലാണ് ചൊവ്വയുടെ സംക്രമണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ മക്കളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് മക്കൾക്ക് ജോലി ലഭിക്കുന്നതോ വിവാഹം നടക്കുന്നതോ പോലെ എന്തെങ്കിലും ഈ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ മികച്ചതായിരിക്കും. ഇത് കരിയറിലെ പ്രകടമായ മാറ്റങ്ങളും ഐശ്വര്യവും കൊണ്ടുവരികയും കൂടാതെ ഈ കാലയളവിൽ പ്രതീക്ഷിക്കാത്ത ധനലാഭം ഇവരെ തേടിയെത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. പൊതുവെ എല്ലാ കാര്യങ്ങളും ശുഭപര്യവസായിയാകും. കുടുംബ ബന്ധങ്ങളും ദാമ്പത്യ ജീവിതവും സന്തോഷകരമാകും. അടുത്തത് ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെയുള്ള നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ വരുന്നത്. ഈ രാശിയിൽ ജനിച്ച ഈ നക്ഷത്രങ്ങൾക്ക് ചൊവ്വ ഇടവൻ രാശിയിൽ നിൽക്കുന്ന ഗുണകരമാണ്. ഇവരുടെ 10-ാം ഭാവത്തിലാണ് ചൊവ്വയുടെ സംക്രമണം. ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കും. സാമ്പത്തികമായ പല നേട്ടങ്ങളും ഈ കാലയളവിൽ സംഭവിക്കുമെന്ന് മാത്രമല്ല ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുടെയും ഉന്നതാധികാരികളുടെയും സഹകരണമൊക്കെ ഉണ്ടാകുകയും ബിസിനസ്സുകാർക്ക് ഈ സമയം വളരെ ഗുണകരമായിരിക്കുകയും ചെയ്യും. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെന്നില്ലാത്ത ഒരു ഉണർവും കച്ചവടത്തിൽ വേണ്ട പുരോഗതിയും ഒക്കെ വരുന്നതായിട്ടും സാമ്പത്തികമായ ഉന്നമനമൊക്കെ ഈ ദിവസങ്ങളിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓഗസ്റ്റ് 26 വരെ ചൊവ്വ ഇടവത്തിലാണ്. അപ്പോൾ ഈ നക്ഷത്രങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായ സമയമാണ്. നിങ്ങൾ ആ സമയം നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല പുരോഗതി നേടാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.